Hello friends, Assalamualaikum. Welcome back to my channel Sifna's World. ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് നല്ലൊരു അടിപൊളി പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പുഡിംഗ് തയ്യാറാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഈ പാലിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഷുഗർ ആവശ്യമുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ ഒരു അരക്കപ്പ് പാലിലോട്ട് നമുക്കൊരു 3-4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ചൈന ഗ്രാസ് ഒന്നും എടുക്കുന്നില്ല. ഞാൻ എടുത്തിട്ടുള്ളത് കോൺഫ്ലവറാണ്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പാലിലോട്ട് ജസ്റ്റ് ഞാനൊരു സ്കൈ ബ്ലൂ കളറ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര സിമ്പിളായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാലിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കോൺഫ്ലവർ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിയിൽ പിടിക്കാത്ത രീതിയിൽ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തെടുത്തപ്പോൾ അത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രം എടുത്തിട്ട് ഇത് ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്, ഇതിലോട്ട് ആക്കുന്നത്. കാരണം ആ പാത്രത്തിൽ നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നാൽ അത് അതിലിരുന്നിട്ട് സെറ്റാകും. അപ്പം ഞാൻ ഇതിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെച്ചിട്ട് ഇനി ഇതൊന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ അടിപൊളി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാതെ എത്രത്തോളം സെറ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കും. ചൈന ഗ്രാസിൻ്റെയോ ജലാറ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനം വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.